CPM-ന്റെ സംസ്ഥാന സമ്മേളനം 2 ദിവസത്തിനകം നടക്കുകയാണ്. സംസ്ഥാന സെക്രട്ടറിയായി തുടരാൻ MV ഗോവിന്ദന് സാധിക്കില്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ ഏറ്റവും അവസാനം പുറത്തു വരുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയന് എല്ലാ രക്ഷാകവചവും തീർക്കുക എന്നുള്ളതാണ് ഒരു സംസ്ഥാന സെക്രട്ടറിയുടെ ആദ്യത്തെ ചുമതല. പക്ഷേ അതിൽ പരാജയപ്പെട്ട ഗോവിന്ദന് പിണറായി വിജയന്റെ പിന്തുണ ഇനി ഉണ്ടാകുമോ എന്നുള്ളതാണ് പാർട്ടിക്കുള്ളിലെ തന്നെ പ്രധാന ചർച്ച. പിണറായിക്ക് ഏറ്റവും വലിയ നാണക്കേടുണ്ടാക്കിയ അടുത്ത സംഭവം എന്ന് പറയുന്നത് PV അൻവർ വിഷയമാണ്. ആ വിഷയം തന്നെ വഷളാക്കിയത് അടക്കം പല കാര്യങ്ങളിലും ഗോവിന്ദന് വീഴ്ച പറ്റിയെന്ന വിലയിരുത്തലാണ് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ അടുപ്പക്കാർക്കും ഉള്ളത്. അത് വലിയ നീരസത്തിന് ഇടയാക്കി കഴിഞ്ഞു. അത് ചെറിയ രീതിയിലുള്ള കണ്ടെത്തലല്ല വന്നിരിക്കുന്നത്. പാർട്ടിയെയും സർക്കാരിനെയും പിടിച്ചുകുലുക്കിയ PV അൻവറിന്റെ വിമത നീക്കത്തിന് തുടക്കത്തിൽ തന്നെ MV ഗോവിന്ദന്റെ പിന്തുണ ഉണ്ടായിരുന്നു എന്നുള്ള ചർച്ചയിലാണ് ഇപ്പോൾ പാർട്ടി നേതൃത്വം സജീവമായിട്ടുള്ളത്. മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ പ്രമുഖനടക്കം ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ശേഖരിച്ചിരുന്നു. വൈകിയ വേളയിൽ മാത്രമാണ് അൻവറിനെതിരെ പാർട്ടി സെക്രട്ടറി എന്ന നിലയിൽ ഒരു നിലപാടെടുത്തത് ഗോവിന്ദൻ. അപ്പോഴേക്കും അൻവർ പിണറായി വിജയനെയും പാർട്ടിയെയും തന്നെ പ്രതിരോധത്തിലാക്കി കഴിഞ്ഞിരുന്നു. പിണറായി വിജയന്റെ ഓരോ കള്ളത്തരങ്ങളും പൊളിച്ചടുക്കിയ ആദ്യത്തെ ഭരണപക്ഷ MLA ആയിരുന്നു PV അൻവർ. താങ്ങാൻ പറ്റുന്നതിലും അപ്പുറത്തായി പിണറായി വിജയൻ യഥാർത്ഥത്തിൽ വെള്ളം കുടിച്ചു. അതുമാത്രമല്ല, അടക്കം പാർട്ടിയെയും ഭരണത്തെയും ബാധിക്കുന്ന പല വിഷയങ്ങളിലും ഗോവിന്ദന് പിഴവുണ്ടായിട്ടുണ്ട് എന്നാണ് മുഖ്യമന്ത്രിയുടെ തന്നെ വിലയിരുത്തൽ. EP ജയരാജനെതിരെയുള്ള ഇതേതരം നീക്കങ്ങൾക്കും ഗോവിന്ദൻ തന്നെയാണ് പിന്തുണ നൽകിയത് എന്ന വിലയിരുത്തലും മുഖ്യമന്ത്രിക്ക് വന്നു കഴിഞ്ഞു. അങ്ങനെ പ്രമുഖരെ പ്രതിസന്ധിയിലാക്കിയത് ഗോവിന്ദന്റെ കുരുട്ടുബുദ്ധി കൊണ്ടായിരുന്നു എന്ന സത്യം പിണറായി വിജയനും കണ്ണൂർ നേതാക്കളും വളരെ വ്യക്തമായി മനസ്സിലാക്കി കഴിഞ്ഞു. ഇതാണ് MV ഗോവിന്ദന്റെ കസേര ഇനിയൊരു പക്ഷെ 4 ദിവസം മാത്രമേ കാണുകയുള്ളൂ എന്ന് വ്യക്തമാകുന്നത്. അതുകൊണ്ട് തന്നെ കോടിയേരിയുടെ വിയോഗത്തിന് ശേഷം സെക്രട്ടറിയായി എത്തിയ ഗോവിന്ദന് സമ്മേളനത്തിലൂടെ സെക്രട്ടറിയാകാൻ പിണറായിയുടെ സഹായമുണ്ടാകുമോ എന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ സജീവമായിരിക്കുന്നത്. പക്ഷെ കണ്ണൂർ നേതാക്കളിൽ നിന്ന് പാർട്ടിയുടെ നിയന്ത്രണം മാറുന്നത് അത്ര ഗുണകരമല്ല പിണറായി വിജയന്. അതുകൊണ്ട് P ജയരാജനെ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്താൻ പിണറായി വിജയനും ഗോവിന്ദനും താല്പര്യമില്ല. P ശശിയാണെങ്കിൽ സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തിയാലും സംസ്ഥാന സെക്രട്ടറിയാക്കാൻ പറ്റില്ല അദ്ദേഹത്തെ. അപ്പോൾ മന്ത്രിയായിരിക്കുന്നവരാരെയെങ്കിലും സെക്രട്ടറിയാക്കിയാലും പിണറായിയുടെ നിയന്ത്രണത്തിൽ ആവില്ല കാര്യങ്ങൾ എന്നുള്ളതും വ്യക്തമാണ്. അതുകൊണ്ട് EP ജയരാജൻ മുഖ്യധാരയിലേക്ക് തന്നെ തിരിച്ചു വരികയാണെന്നുള്ളത് ചില സൂചനകൾ ലഭിക്കുന്നുണ്ട്. അതാണ് EP ജയരാജന്റെ വയസ്സൊരു പ്രശ്നമല്ല എന്നും അദ്ദേഹത്തിന് ഇനിയും 2 മാസം കഴിഞ്ഞിട്ടേ 75 വയസ്സാകുകയുള്ളൂ എന്നുള്ള ഉറപ്പിക്കുന്ന ചില കാര്യങ്ങൾ CPM പുറത്തുവിട്ടത്. പഴയ EP ജയരാജനാണെങ്കിൽ പിണറായിയുടെ ചങ്കാണ്. ആ ജയരാജനിൽ നിന്നും പിണറായിക്ക് കിട്ടിയ സഹായം തന്നെയാണ് പിണറായിക്ക് ഇന്ന് കാണുന്ന ഈ സൗഭാഗ്യം എന്ന് വേണമെങ്കിൽ പറയാം. പിടിച്ചെടുത്തതാണ് EP ജയരാജൻ പിണറായിക്ക് വേണ്ടി ഈ പാർട്ടിയെ. അതുകൊണ്ട് തന്നെ പിണറായിയുടെ മനസ്സിലിരിപ്പനുസരിച്ചിരിക്കും ഇനിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കുക. ഏതായാലും PV അൻവർ തൻ്റെ ഒപ്പം കണ്ണൂരിലൊരു പ്രമുഖ നേതാവുണ്ട് എന്ന് ആദ്യം തന്നെ പറഞ്ഞപ്പോൾ അത് ഗോവിന്ദനാണ് എന്ന് ആരും കരുതിയിരുന്നില്ല. പക്ഷേ പിണറായിയുടെ യാത്രയിൽ അള്ളുവെച്ചത് ഈ ഗോവിന്ദൻ എന്നറിയുന്നതോടെ കാര്യങ്ങൾ തകിടം മറിയാനാണ് സാധ്യത.